വയനാട്ടിൽ നിന്ന് കമൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കമൽ, ഇന്നു കണ്ട തീവ്രതയുള്ള ഒരു പ്രതിഷേധം വയനാട്ടിൽ ഉരുണ്ടുകൂടി തുടങ്ങിയിട്ട് ഏറെ നാളുകളായി. നമ്മുടെ മുന്നിൽ കണക്കുകളുണ്ട്. കഴിഞ്ഞ 5-6 വർഷത്തിനിടയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട മനുഷ്യരുടെ കണക്ക് ഞെട്ടിക്കുന്നതാണ്. ഒറ്റ ദിവസം കൊണ്ടല്ല അവരാരും ഈ നഗരപ്രദേശത്തേക്ക് വരാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയത്. ഒരാഴ്ചക്കിടെ 2 ജീവൻ നഷ്ടപ്പെടുന്ന ഇടത്തേക്കാണ്. എത്രത്തോളം കമൽ, നമുക്ക് വ്യക്തിപരമായി അറിയാം, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നമുക്കറിയാവുന്നതാണ് വളരെ പ്രാദേശികമായ വിഷയങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ട വിഷയമാണെങ്കിലും, എത്രത്തോളം ആളുകളെ നേരിട്ട് അവരുടെ ജീവനെ സ്വത്തിനെയൊക്കെ ബാധിക്കുന്ന വിഷയമാണെങ്കിലും, പ്രാദേശിക വിഷയങ്ങൾ എന്ന് പറയുന്നത് മലയാളിക്ക് എത്രത്തോളം തള്ളിക്കളയാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയുള്ള വിഷയങ്ങളാണ് എന്ന്. അത് വയനാടുകാരുടെ വിഷയമാണ്, അത് ആ ജില്ലക്കാരുടെ വിഷയമാണ്, അത് എൻ്റെ വീടിനപ്പുറത്ത് താമസിക്കുന്ന ഒരു വിഷയമാണ് എന്നൊരു നിസ്സംഗതയുള്ള സമൂഹമാണ് ഏറെക്കുറെ നമ്മൾ എന്ന് നമുക്കറിയാവുന്നതുമാണ്. പക്ഷേ ഇന്നത്തെ ദിവസത്തെ ഈ പ്രതിരോധം എത്രത്തോളം വയനാടിന്റെ അതിജീവന വിഷയത്തെ കേരളത്തിന് മൊത്തം ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? മാധു, അത് വലിയ രീതിയിൽ തന്നെ കേരളത്തിന്റെ മൊത്തം ശ്രദ്ധ പിടിച്ചുപറ്റി. നമുക്കത് പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും. ഇന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ തന്നെ ഉന്നതതല യോഗം വിളിച്ചു. വയനാട് MP രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. അത്രയും വലിയ രീതിയിൽ നമ്മുടെ അധികാരികളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ആ സമരത്തിന് കഴിഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ സമരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 2 ജീവനുകൾ നഷ്ടപ്പെട്ടു. അതിന് ഒരാഴ്ച മുൻപ് മറ്റൊരാളുടെ ജീവൻ തോൽപ്പെട്ടിയിൽ നഷ്ടപ്പെടുന്നു. ഈ സമരം നടന്ന പുൽപ്പള്ളി മുള്ളൻകൊല്ലി മേഖലയിലാണെങ്കിൽ തുടർച്ചയായി കടുവ ഭീതിയിലാണ്. നിരവധി വളർത്തുമൃഗങ്ങളെ വേട്ടയാടി. പകൽ സമയത്ത് സ്കൂളിനടുത്ത് കടുവയെ കാണുന്ന സ്ഥിതിയുണ്ടായി. അത്തരത്തിൽ ആളുകൾ ആകെ അസ്വസ്ഥരായി ഇരിക്കുമ്പോഴാണ് ഇത്തരം ഒരാഴ്ചക്കിടെ 2ാമത്തെ ആളുടെ ജീവൻ കൂടി നഷ്ടപ്പെടുന്നത്. അത്തരത്തിലൊരു അരക്ഷിതാവസ്ഥ ഉണ്ടായി ആളുകൾക്ക്. അങ്ങനെയാണ് ഈ ജനം പുൽപ്പള്ളി ടൗണിലേക്ക് ഒഴുകിയെത്തിയത്. പൊതുവെ 2 മുന്നണികളും BJPയും ഒക്കെ ഹർത്താൽ ആഹ്വാനം ചെയ്താൽ നമുക്കറിയാം ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരൊന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. സാധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കും. പക്ഷേ ഇന്ന് ഹർത്താൽ ദിനത്തിലടക്കം അവർ ടൗണിലേക്ക് കുതിച്ചെത്തുന്നു. ആ ജനപ്രതിനിധികളടക്കം പറഞ്ഞിട്ടും അവരെ സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, വാഗ്ദാനങ്ങൾ, സാധാരണഗതിയിലുള്ള ചർച്ചയും അല്ലെങ്കിൽ ഈ വാഗ്ദാനങ്ങളും പോരാ, ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടണമെന്ന് പറഞ്ഞ് അവർ വാശി പിടിക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ ജനങ്ങളുടെ മനസ്സിലുള്ള ആശങ്ക, അത് മാധു പറഞ്ഞതുപോലെ മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി തന്നെയുള്ള ആശങ്കയൊക്കെയാണ് അണപൊട്ടി ഒഴുകുന്നത്. ഇതിൽ വേണ്ടത് ഈ പറഞ്ഞ ഇന്നത്തെ വിഷയത്തിന്റെ പരിഹാരമൊന്നുമല്ല, ഈ ശാശ്വതമായ പരിഹാരം. ഈ പറഞ്ഞതുപോലെ വന്യജീവികൾ, പ്രത്യേകിച്ച് കാട്ടാന നാട്ടിലിറങ്ങുന്നത് തടയാനെങ്കിലും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനാവുന്നതാണ്.